കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം ഈ സായാഹ്ന സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടെ ഫേസ്ബുക്ക് ലൈവിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആരാധിക്കാനും തൊക്കണം സ്വർഗ്ഗത്തിലെ ദൈവം അടിയന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ അടിയൻ പ്രകാരം ഒരു അവസരം ഒരുക്കി തന്ന BGIM മിനിസ്ട്രി എല്ലാ ഭാരവാഹികളോടും ദൈവനാമത്തിലുള്ള സ്നേഹം പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുന്നു. അല്പസമയം ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ചില പാട്ടുകൾ പാടി ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് പലവിധമായ ഉദ്ദേശങ്ങളും പലവിധമായ പ്രത്യേക തരത്തിലുള്ള കാര്യങ്ങളും വിചാരിച്ചുകൊണ്ടാണ്. അപ്രകാരത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവഹിതം നമ്മൾ മനസ്സിലാക്കി അപ്രകാരത്തിലൊരു ജീവിതം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നെങ്കിൽ തീർച്ചയായും ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ സന്ധ്യാസമയം ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ചിലരെങ്കിലും ദൈവം തൊടുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അപ്രകാരത്തിലുള്ള ഒരു സാഹചര്യത്തിനായി നമുക്ക് നമ്മുടെ മനസ്സുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ ദൈവസന്നിധിയിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരുന്നു. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ വ്യക്തിപരമായ ജീവിതത്തിൽ പലവിധമായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉള്ളവരായിട്ടാണ് ആയിരിക്കുന്നത്. എന്നാൽ നാം ദൈവത്തോട് അത് ചോദിക്കുമ്പോൾ, ദൈവത്തോട് നമ്മൾ പ്രാർത്ഥന കഴിക്കുമ്പോൾ പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് അപ്രകാരം മഹത്വപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് ദൈവം നൽകി തരുമെന്നാണ് ദൈവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 13-ാമത്തെ ഇന്ന് സന്ധ്യാസമയം ഈ ഫേസ്ബുക്ക് പേജിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാൻ തൊട്ടാണ് ആഗ്രഹിക്കുന്നത്. ഈ സന്ധ്യാസമയം ചിലരുടെ ഉള്ളത്തിൽ ദൈവം തൊടുവാൻ തൊട്ടിടയായിത്തീരും. ചില അത്ഭുതങ്ങൾ, ചില വിടുതലുകൾ നടക്കുവാൻ തൊട്ടിടയായിത്തീരും. അപ്രകാരത്തിലൊരു ഒരു സമർപ്പണത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം പുത്രന്റെ നാമത്തിൽ നമ്മൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം നൽകി നമ്മളെ മാനിക്കുന്ന, നമ്മളെ അനുഗ്രഹിക്കുന്ന ഒരു ജീവിക്കുന്ന ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. ഹല്ലേലൂയ. പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രന്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുക എന്നുള്ളൊരു വാഗ്ദത്തം പോലെയവാ, എന്നുള്ളൊരു വാഗ്ദത്തം പോലെയവാ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. താതനും മാതാവും നീ എനിക്കല്ലാതെ, താതനും മാതാവും നീ എനിക്കല്ലാതെ ഭൂതലം തന്നിലില്ലേ വേറാരുമെൻ ആതങ്കം നീക്കിടുവാൻ, വേറാരുമേ ആതങ്കം നീക്കിടുവാൻ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ, യാചന നൽകണമേ. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, യാചന നൽകണമേ കർത്താവേ,
യാചന നൽകണമേ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല വൈകിയ വേളയ്ക്കായി സ്തുതിക്കുന്നു. അല്പസമയം ദൈവസന്നിധി ഞങ്ങൾ ആയിരിക്കുമ്പോൾ കർത്താവേ, അങ്ങനെ നീ ചെയ്ത നന്മകളെ ഓർത്ത്, നീ ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് നന്ദി പറയുവാൻ തക്കണം. സ്വന്തം ദൈവമേ, നീ ഒന്ന് ഇടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വക്രത നിറഞ്ഞ ഈ ലോകത്ത് ഞങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവകൃപയിൽ നിന്ന് വീണു പോകാതെ അതിന്റെ നിത്യമായ സ്നേഹത്തിൽ ഞങ്ങൾ പിടിച്ചു നിർത്തി ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ജീവിതത്തിൽ കാണുവാൻ തക്കണം. ദൈവമേ, നീ ഇടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷ കർത്താവേ, ഈ ലൈവിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ നിന്റെ മക്കളെ ഞങ്ങളുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ അവസ്ഥകൾ, അവരുടെ സാഹചര്യങ്ങൾ നീ അറിയുന്നു. കർത്താവേ, കർത്താവേ, അങ്ങേ കൊണ്ടൊന്നും അസാധ്യമല്ല എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ, ഈ ലോകം തരുന്ന സ്നേഹത്തിലുപരി കർത്താവേ, കാൽവരി ക്രൂശിൽ എന്റെ പാപങ്ങൾക്ക് വേണ്ടി നിന്റെ അവസാനത്തുള്ളി രക്തവും ചൊരിഞ്ഞ് എന്നെ നിന്റെ ദൈവ പൈതലാക്കി തീർത്ത ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ കരുണയോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അല്പസമയം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ അത് അനേകർക്ക് അനുഗ്രഹത്തിനും ഒരു ആശീർവാദത്തിനും കാരണമായി തീരാൻ നിധിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അത്ഭുതം പ്രവേശിക്കാൻ നന്ദി പറയുന്ന കർത്താവേ, ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരും ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ ചെറുപ്പം മുതൽ തന്നെ ദൈവിക കൃപയിൽ വളർന്നു വരുവാൻ നോക്കണം. സ്വർഗ്ഗ ദൈവം അടിയന്റെ ജീവിതത്തിലും ഭാഗ്യം ചെയ്തു. വ്യക്തിപരമായ ജീവിതത്തിൽ പലവിധമായ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നേരിട്ട് കണ്ട് അത് അനുഭവിച്ചറിയാൻ തക്കണം സ്വർഗ്ഗ ദൈവം ഇടയാക്കി. താങ്ക് യു ജീസസ്. ഞാൻ ഒന്നിനും യോഗ്യനായിട്ടല്ല, എന്നാൽ ദൈവം എനിക്ക് നൽകി തന്ന ആ സ്നേഹം, എന്നെ ഓർത്ത ആ മഹാസ്നേഹത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. യോഹന്നാൻ 3-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറയുന്നു, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദോഷിയായിരുന്ന നമ്മെ ഓരോരുത്തരും ദൈവത്തിന്റെ ആ മഹാസ്നേഹത്തിൽ ദൈവ മക്കളാക്കുവാൻ തക്കണം. ദൈവയിടയാക്കിയ ആ മഹാകൃപയോർത്ത്, ആ മഹാസ്നേഹത്തെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി അറിയാം. പാട്ടുകാരൻ പ്രകാരമാണ് പറയുന്നത്, ഇത്രമാം സ്നേഹം ഉയർക്കൊടുത്ത് എനിക്ക് വേണ്ടി നീ നൽകി തന്ന ആ സ്നേഹം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ മറ്റാർക്കും നൽകാനാകാത്തൊരു സ്നേഹമാണ്. സ്വന്തം ജീവനെ നമുക്ക് വേണ്ടി നൽകി തന്ന് തന്റെ അവസാന തുള്ളി രക്തവും കാൽവരി ക്രൂശിന്മേൽ ചൊരിഞ്ഞ് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, എന്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും എന്നും എന്നേക്കും ജീവിക്കുന്ന ആ ദൈവത്തിന്റെ മക്കളാകുവാൻ തക്കണം ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യം തന്നു. ഹല്ലേലൂയ. ഈ സന്ധ്യാസമയം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ നിങ്ങളോട് പറയാൻ തക്കണം ആഗ്രഹിക്കുന്നത്, ആ സ്നേഹത്തെ രുചിച്ചറിയുവാൻ തക്കണം, ആ സ്നേഹം അനുഭവിച്ചറിയുവാൻ തക്കണം, ആ ദൈവിക സമാധാനം അനുഭവിക്കാൻ തക്കണം. എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പാടാം. ഇത്രമാം സ്നേഹം ഉയർക്കൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയർക്കൊടുത്തെനിക്കായി, മന്നവൻ നിൽപ്പതെഴുതൽ അതെനിക്കേ, മന്നവൻ നിൽപ്പതെഴുതൽ അതെനിക്ക് തേടി വന്നു. ദോഷിയാമെന്നെയും തേടി വന്നു, ദോഷിയാമെന്നെയും കൂടെ. ഇത്രമാം സ്നേഹം ഉയർക്കൊടുത്തെനിക്കായി, ഇത്രമാം സ്നേഹം ഉയർക്കൊടുത്തെനിക്കായി, മന്നവൻ നിൽപ്പതെഴുതൽ അതെനിക്ക്, മന്നവൻ നിൽപ്പതെഴുതൽ
ദോഷിയാമെന്നെയും നാഥാ ഘോഷിപ്പിക്കാം. പത്യവചനത്താൽ ശീലക്കാൽ എന്നെ ഘോഷിപ്പിക്കാം. പത്യവചനമാം ശീലത്താൽ എന്നെ നിർമ്മലതോയം നിത്യം കുടിപ്പിച്ച നിർമ്മലതോയം നിത്യം കുടിപ്പിച്ച പച്ചപ്പുൽശൈലയിൽ കടത്തിടുന്നെന്നെ പച്ചപ്പുൽശൈലയിൽ കിടത്തിടുന്നെന്നെ തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ ശോണിതാലേ ക്ഷീണം ഭവിച്ചിടാമെന്നെയും നാഥാ ശോണിതാലേ ക്ഷീണം ഭവിച്ചിടാമെന്നെയും നാഥാ ആണിപ്പഴുതുള്ള പാണികളാലെന്നെ ആണിപ്പഴുതുള്ള പാണികളാലെന്നെ പ്രാണിച്ചപ്പോ അനുഗ്രഹിച്ചിടുക നിത്യം പ്രാണിച്ചാനുഗ്രഹിച്ചിടുക നിത്യം തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ ഇത്രമാം സ്നേഹം ഉയർക്കൊടുത്തെനിക്കായി ഇത്രമാം സ്നേഹം ഉയർക്കൊടുത്തെനിക്കായി മന്നവാമൻ നിൽപ്പാനെഴുതില്ലാതെനിക്ക് മന്നവാമൻ നിൽപ്പാനെഴുതില്ലാതെനിക്ക് തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ തേടി വന്നു ദോഷിയാമെന്നെയും നാഥാ. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരെയും തേടി വന്ന ആ സ്നേഹം ചേറ്റിലായിരുന്നപ്പോൾ നമ്മളെ കരങ്ങളെ പിടിച്ച് ഉയർത്തി നമ്മുടെ പാറമേൽ നിർത്തിയ ആ സ്നേഹത്തെ ഓർത്ത് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് എന്റെ ജീവിതത്തിൽ വ്യക്തിപരമായി നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലവിധമായ അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നു. പ്രയാസമേറിയ സാഹചര്യങ്ങൾ, നിരാശയുടെ സാഹചര്യങ്ങൾ, വേദനകളുടെ അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും വീഴാതെ തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കി. എന്റെ കഴിവോ എന്റെ വലിയ കൃപയോ ഒന്നുമല്ല. ദൈവം എന്നെ പിടിച്ചു നിർത്തിയ ആ സ്നേഹത്തെ ഓർത്ത്, ദൈവം നൽകി തന്ന ആ കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞു. സങ്കീർത്തനം 103 പ്രകാരം പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വ അന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ആമേൻ ജീസസ്. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത്, ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് ഇന്ന് ഈ സന്ധ്യാസമയം എത്ര പേർക്ക് ദൈവത്തിന് നന്ദി കൊടുക്കാൻ അങ്ങനെ ഇടയാക്കി. നമ്മൾ വന്ന വഴികൾ, ഹല്ലേലൂയ, നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കുമ്പോൾ ദൈവം ചെയ്ത നന്ദി അല്ലാതെ മറ്റൊന്നുമില്ല. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് ദൈവിക അത്ഭുത പ്രവർത്തികൾ കാണാൻ ഇടയായിത്തീരുന്നു. എങ്കിലും പലപ്പോഴും ദൈവസന്നിധിയിൽ നന്ദിയില്ലാത്തൊരു ഹൃദയത്തോടെ
എനിക്ക് ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ കടന്നുപോയ സാഹചര്യങ്ങൾ ഞാൻ ഓർക്കുന്നു. എങ്കിലും അതൊന്നും മനസ്സിൽ വെക്കാതെ, കണക്കിടാതെ ദൈവം എന്നെ സ്നേഹിച്ച, എന്നെ കരുതിയ, എന്നെ നടത്തിയ ആ വിധങ്ങളെ ഓർത്താൽ നന്ദി പറയാതിരിക്കാൻ സാധിക്കില്ല. ഹല്ലേലൂയ. പാട്ടുകാരിപ്രകാരം പറയുന്നത്, വന്ന വഴികൾ ഒന്ന് ഓർത്തിടുമ്പോൾ ഇന്നയോളം എന്നെ നടത്തിയ നാഥ, നന്ദിയല്ലാതൊന്നുമില്ല എന്നെ കരങ്ങളിൽ വഹിച്ചത്. ആമേൻ. നമുക്ക് ഒരുമിച്ച് ആ പാട്ട് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നും കരത്തിൽ വഹിച്ചവനെ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരത്തിൽ വഹിച്ചവനെ. ബഹുദൂരം മുൻപോട്ട് പോകാൻ ബലം നൽകി നീ നടത്തി. ബഹുദൂരം മുൻപോട്ട് പോകാൻ ബലം നൽകി നീ നടത്തി. തളർന്നൊരു നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. തളർന്നൊരു നേരത്തിലെല്ലാം തവ കരങ്ങൾ ആശ്വാസമായി. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരത്തിൽ വഹിച്ചവനെ. നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കരത്തിൽ വഹിച്ചവനെ. ഓടിമായും നാളുകളെല്ലാം ഓർമ്മിപ്പിക്കും നിൻ കാരുണ്യം. ഓടിമായും നാളുകളെല്ലാം ഓർമ്മിപ്പിക്കും നിൻ കാരുണ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. ഓരോ ജീവിത നിമിഷങ്ങളെല്ലാം ഓതിടുന്നു തവ സാന്നിധ്യം. വന്ന വഴികൾ ഒന്നോർത്തിടുമ്പോൾ ഇന്നയോളം നടത്തിയ നാഥ, നന്ദിയല്ലാതില്ലൊന്നുമില്ല എന്നും കര
യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ യേശുവെ പോലാരുമില്ല. എന്നേശുവെ പോലാരുമില്ല. യേശുവെ പോലാരുമില്ല. എന്നേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും യേശുവെ പോലാരുമില്ല. മരണത്തിൻ പാശങ്ങൾ അഴിച്ച് പാതാള ഗോപുരം തകർത്ത്. മരണത്തിൻ പാശങ്ങൾ അഴിച്ച് പാതാള ഗോപുരം തകർത്ത്. അങ്ങേ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനെ. അങ്ങേ പോലെ ആരുമില്ല ഉയർത്തെഴുന്നേറ്റവനെ. യേശുവെ പോലാരുമില്ല. യേശുവെ പോലാരുമില്ല. യേശുവെ പോലാരുമില്ല. എന്നേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. നമ്മുടെ യേശുവിനെ പോലെ ആരാണ്? സ്വർഗത്തിലും ഭൂമിയിലും അവന് തുല്യനായിട്ട് ആരുമില്ല. മരണത്തിലൂടെ നമ്മൾ കടന്നു പോയപ്പോൾ അതിൽ നമുക്ക് അകപ്പെടാതെ വേണം പാതാള ഗോപുരങ്ങളെ തകർത്ത് നമ്മളെ ഉയർത്തിവെച്ച ആ മഹാദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ ഓർക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളെ നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവസ്നേഹിതരെ നമുക്ക് നന്ദിയില്ലാത്തവരായി തീരാൻ വേണ്ടിയായി തീരുകയില്ല. നമ്മളായിരിക്കുന്ന ഓരോ നിമിഷങ്ങളും ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ വലിയൊരു പാൻഡമിക് സിറ്റുവേഷനാണ് നമ്മുടെ മുൻപിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്രകാരത്തിലൊരു സാഹചര്യത്തിൽ നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിന്റെ ആ വിധിക്കപ്പെട്ട ചുവകിന്റെ മറവിൽ നമ്മളെ കാക്കുകയും പരിപാലിക്കുകയും ചെയ്ത ആ വലിയ കൃപയോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അനേകർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ, മരുന്നിലും ഹോസ്പിറ്റലുകളിലും അഭയം തേടുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടും ബലത്തോടും ദൈവസന്നിധിയിലായിരിക്കാൻ തക്കണം ദൈവം ഇടയാക്കിയ വലിയ സ്നേഹത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമുക്ക് എന്താണ് തിരിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നത്? ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അത്ഭുതങ്ങളെ, പ്രവൃത്തികൾ, നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ജീവിതത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ കടന്നു ദൈവം ചെയ്ത അത്ഭുതങ്ങളെ ഓർത്ത്, അത്ഭുത പ്രവൃത്തികളോട് നന്ദി കരയറ്റുക. മറ്റുള്ളവരിലേക്ക് ആ സുവിശേഷം, അസത്വർത്തമാനം പറയാൻ തന്നെ ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങൾ, ഈ ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ആയുസ് എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. ആയിരിക്കുന്ന സമയങ്ങളിൽ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ തക്കണം നമ്മൾ മനസ്സ് കൊടുക്കുന്നുവെങ്കിൽ ദൈവ അത്ഭുത പ്രവൃത്തി ചെയ്യാൻ തക്കനിടയായിത്തീരും. ഒരിക്കലൊരു ദേവദാസൻ ഇപ്രകാരം പറയാൻ തക്കനിടയായിത്തീരുന്നു. God is not looking your ability. God is looking your viability. ഇന്ന് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ദൈവം നോക്കുന്നത് നിങ്ങൾക്ക് കഴിവുണ്ടോ എന്നുള്ളതല്ല, പക്ഷെ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ എന്നാണ്
ദൈവം നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കാം, എനിക്ക് പാടാനുള്ള കഴിവില്ല, എനിക്ക് പ്രസംഗിക്കാനുള്ള കൃപയില്ല, എനിക്കൊന്നിനുള്ള കഴിവില്ല. പക്ഷേ അപ്രകാരത്തിലുള്ള ഒരു ഹൃദയം ദൈവത്തിന് നിങ്ങൾ കൊടുക്കുവാൻ തക്കണം തയ്യാറാകുന്നുവെങ്കിൽ, oh glory to Jesus, God is going to take you and use you. ദൈവത്തിന്റെ ആ വലിയൊരു ബ്ലെസ്സിംഗ് ഈ പുതുവർഷത്തിന്റെ പ്രാരംഭ ദിവസങ്ങളിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, തുടർന്നുള്ള നാളുകൾ ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുവാൻ തക്കണം നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഒരുക്കുന്നുവെങ്കിൽ, hallelujah, glory to Jesus. നമ്മുടെ ഇപ്രകാരം പാട്ട് പാടുന്നത്, എന്റെ ഉയരാണ്, എന്റെ ഉയരാണ്, എന്റെ ഉയരാണ് യേശു. ഈ ലോകത്തുള്ള മറ്റെന്തിനേക്കാളും ഞാൻ സ്നേഹിക്കുന്നത് അങ്ങേ മാത്രമാണ് യേശുവേ എന്ന് എത്ര പേർക്ക് ഈ രാത്രികാല സമയം പാടുവാനായിട്ട് പറ്റും? ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറയാൻ തക്കുന്ന ഇടയായിത്തീരുന്നുവെങ്കിൽ, ദൈവസന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ദൈവം അനുഗ്രഹിക്കാൻ തക്കുന്ന ഇടയായിത്തീരും. നമ്മൾ ഓരോരുത്തരെയും അവസ്ഥകളെ ഒന്നുമില്ലായിരുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ ആയിരുന്നപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ദൈവം നടത്തിയ ആ മഹാസ്നേഹത്തെ ഓർത്ത്, ദൈവം നൽകി തന്ന ആ മഹാകൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. Glory to Jesus. നമുക്ക് ചേർന്ന് ഒരു പാട്ട് കൂടെ പാടി ഈ ഒരു സെക്ഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. പൂർണ്ണമായ സമർപ്പണത്തോടെ
ദൈവസന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടച്ച് പൂർണ്ണമായി ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ ഈ സന്ധ്യാസമയം ചില ജീവിതങ്ങളെ ദൈവം തൊടുവാൻ ഇടയായിരുന്നു. ചില അത്ഭുത സൗഖ്യം ദൈവസന്നിധിയിൽ നടക്കുവാനായിട്ട് ഇടയായിത്തീരും. ചില വിടുതലുകൾ നമുക്ക് വേണ്ടി ദൈവം നൽകി തരും. ഹല്ലേലൂയ. നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും ഒരികൂടെ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും അന്നവസ്ത്രാദിന മകളെ എണ്ണമില്ലാതെ ചൊരിഞ്ചു ചിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ. Glory to Jesus. നിൻ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. ഒന്നുമില്ലായ്മയിൽ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ച തന്നെ പുത്രനെ തന്നു രക്ഷിച്ചു. ഒന്നുമില്ലായ്മയിൽ നിന്നുടെ ഛായയിൽ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ച പുത്രനെ തന്നു രക്ഷിച്ചു. നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. Thank you, Jesus. നിങ്ങൾ അതിവശമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗീയ പിതാവേ, ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ ഒരിക്കലൂടെ കടന്നു വരുമ്പോൾ അല്പസമയം ദൈവസന്നിധിയിലായിരിക്കാൻ തക്കണം നീ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന മഹാഭാഗ്യത്തെ ഓർമ്മ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ സായന സമയത്ത് ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ശ്രദ്ധിച്ച ചില ജീവിതങ്ങളെ നീ തൊട്ടതിനായി നന്ദി പറയുന്നു ഓർത്താവ്. ചില വിടുതലുകൾ അവരുടെ ജീവിതത്തിൽ നൽകി കൊടുത്തതിനായി നന്ദി പറയുന്നു ഓർത്താവ്. ഈ പുതുവർഷത്തിൽ അനേകർക്ക് അതൊരു ആശ്വാസം, ഒരു അനുഗ്രഹത്തിന്റെയും
വർഷമായി തീരാൻ സ്വർഗ്ഗത്തിൽ ദൈവമേ നീ വിധിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരുടെ പേരിനോ പുകഴ്ചയ്ക്കൊന്നും വേണ്ടി അല്ല കർത്താവേ, നിന്റെ നാമം മാത്രം ഇതിലൂടെ മഹത്വപ്പെടുന്ന റെഡിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലൂടെ ഞങ്ങളുടെ കരങ്ങളിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഫേസ്ബുക്ക് ലൈവിലായിരിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും ഞങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സദസ്യ കേട്ടിരിക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവകാര്യങ്ങൾക്ക് കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ നന്ദി പറയുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ജീസസ്. ഇപ്രകാരത്തിൽ ഒരു അവസരം ഒരുക്കി തന്ന BGIM മീഡിയ മിനിസ്ട്രിയിലെ എല്ലാ ഭാരവാഹികളും, വിശേഷ പാസ്റ്റർ ഗോഡ്സൺ സണ്ണി, അതേപോലെ സഹോദരൻ ജോയൽ ജോൺ, അവർ രണ്ടുപേരോടും എന്നെ വിളിച്ചതിലുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്തിൽ ദൈവനാമത്തിൽ അറിയിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പുതുവർഷത്തിൽ പുതു നന്മകളോടെ പുതു കൃപകളോടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ഇടയാക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എന്നെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നവരാകട്ടെ. താങ്ക് യു ജീസസ്.